സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ 3 ഫ്രീ സ്പിൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോഗിൻ ബോണസായിട്ട് ഒരു ഫ്രീ സ്പിന്നൊക്കെ കിട്ടുന്നുണ്ട്. ആക്കെ നമുക്ക് സ്പിൻ ചെയ്തൊക്കെ ഇട്ടാം ഗൈസ്. അപ്പോൾ നൊസ്റ്റാളജി ക്യാമ്പയിൻ കൊണ്ട് ഒരു ക്യാമ്പയിനൊക്കെ കൊനാമി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പ്ലെയർ ഓഫ് ദീക്ക് ഒന്ന് തുടങ്ങാം കേട്ടോ ഗൈസ്. അപ്പോൾ ടാർഗറ്റ് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സിൻ്റെ ഒരു കാർഡ്, പിന്നെ നമ്മുടെ കോട്ടുവൻ്റെ ഒരു കാർഡ്, ഇതൊക്കെയാണ് ടാർഗറ്റ് ഉള്ളത്. മെസ്സി ഡീപ്പ് ലൈൻ ഫോർവേഡാണ്. അപ്പോൾ നല്ലൊരു കാർഡാണ് മെസ്സിൻ്റെ വരുന്നത്. അപ്പോൾ ഇത് കിട്ടിയാലും സെറ്റാണ്. അപ്പോൾ തിബോ കോട്ടുവാന് മെസ്സി, പിന്നെ നമ്മുടെ ഈ ചെങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, ഒന്ന് കളിപ്പിച്ച് നോക്കണം എന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടാർഗറ്റ് വരാനുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് ഇറക്കി പോകാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് അടിച്ചു നോക്കുക, കമൻറ്റ് ചെയ്യുക. ഫ്രീ സ്പിന്നിൽ ടാർഗറ്റ് അടിച്ചു നോക്കുക, കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഫ്രീ സ്പിൻ കൊടുത്തിട്ടുണ്ട്. മെസ്സി കിട്ടിയ സെറ്റാക്കാരം. ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡ് മെസ്സിൻ്റെ കാർഡൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആകെപ്പാടുള്ള ഷോർട്ട് ടൈം കാർഡ് മാത്രമേ ഉള്ളൂ മെസ്സിൻ്റെ. അപ്പോൾ നിങ്ങളതിലൊക്കെ എത്ര മെസ്സി കാർഡ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എടാ പിന്നെ ഏതവൻ മുടി പോലും ഇല്ലടാ. 4 സ്റ്റാറാണ് കിട്ടിയിരിക്കണേ. കർബോണിയോ എന്തൊക്കെയാ ചെങ്ങാതിൻ്റെ പേര്, ഓനെ കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ സ്പിന്നും കൂടി ഇട്ടിട്ട് നമ്മുടെ പുതിയ വന്നിട്ടുള്ള എപ്പിക്ക് പാക്കിൽ. അപ്പോൾ ജെറാഡ് പിക്കോ അതേപോലെ ബാജിയോ അഡ്രിയാനൊക്കെ ഉള്ളൊരു പാക്കാണ്. അപ്പോൾ ഫ്രീ സ്പിന്നിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതുവരെ ഫ്രീ സ്പിന്നിലൊന്നും കിട്ടിയില്ല. കിട്ടിയാൽ പൊളിച്ചും. അപ്പോൾ നമുക്ക് ഫ്രീ സ്പിന്ന് കുറച്ച് നേരം ഡിലേ ആക്കിയിട്ട് കൊടുത്തു കേട്ടോ ഫ്രീ സ്പിന്ന്. അപ്പോൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഫ്രീ സ്പിന്നല്ല എന്തായാലും കോയിനൊന്നും കറക്കില്ല. 900 കോയിന് കറക്കണം എന്ന് ചോദിച്ചിട്ടാണ്. കാരണം പിക്യുവിൻ്റെ ഒരു ബിൽഡപ്പ് കാർഡാണ്. അപ്പോൾ ഫ്രീ സ്പിന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയ കമൻറ്റ് ചെയ്യാൻ. എനിക്ക് കിട്ടിയില്ല കേട്ടോ പൈസ. അപ്പോൾ ഏതോ ബംഗാളിനെ കിട്ടിയിരിക്കണേ. അപ്പോൾ ഇനി ഒരു ഡ്രോഗ്ബൻ്റെ സ്പിന്ന് കൂടി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി കൊടുത്തു നോക്കാം. എനിക്ക് ഇതുവരെയായിട്ട് ഡ്രോഗ്ബനെ കിട്ടിയില്ല. നിങ്ങൾക്ക് എത്ര വട്ടം കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡ്രോഗ്ബൻ്റെ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. അതും പൈസ അനമിഷനാണ്. സ്കിപ്പ് അടിച്ചു. ഇസാക്കിനെ കിട്ടി, ഫീച്ചേർഡ് കാർഡ്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇനി വരാനുള്ള മൺഡേ വരാനുള്ള പാക്കാണ് ഗൈസ്. നമ്മുടെ വാൻഡേക്കിൻ്റെ ബിഗ് ടൈം അതേപോലെ ബെല്ലിങ്ങത്തിൻ്റെ ഒക്കെ ഒരു ഷോർട്ട് ടൈമൊക്കെ വരുന്നൊരു. അപ്പോൾ നമ്മളെ 30ാമത്തെ ആനിവേഴ്സറി ക്യാമ്പിന് പ്രകാരം നമുക്ക് റൊണാൾഡീനും അതേപോലെ ബെക്കാമിൻ്റെ ഒക്കെ ഒരു കാർഡ് തരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡുകളും കൂടി അതിൽ ആഡാക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ടൈമിൽ നമ്മളെ ഗെയിമിലേക്ക് വന്ന ഒരു 10 ബിഗ് ടൈമോളം ആഡാക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം, ആരൊക്കെ വരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആ പാക്കിൽ ഒരു 20 ഫ്രീ ട്രൈ ഇട്ടുണ്ട്. അത് 10-ാം തീയതിയാണ് ഓപ്പൺ ആക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾ എത്ര ഫ്രീ ട്രൈ കളക്ട് ചെയ്തു, അതേപോലെ ഏതൊക്കെ എപ്പിക്കയിൽ വരുന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.